അധ്യക്ഷൻ വ്യക്തമാക്കുമ്പോൾ നഗരങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ മുൻതൂക്കമുണ്ടായിരുന്നത് LDF-നാണ്. എവിടെയാണ് LDF-നെ പിഴച്ചത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്താൻ പറ്റിയൊരവസരമാണിത്. ശബരിമല പ്രശ്നത്തിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ റിസൾട്ട് തെളിയിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിടത്താണ് ജനങ്ങളുടെ വികാരം നിൽക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്താക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി നടത്തിയ വളരെ വില കുറഞ്ഞ പ്രതികരണങ്ങൾ അത് LDF-ന് തിരിച്ചടിയായിട്ട് വന്നു. മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ നടത്തിയ ഒരു വിലയിരുത്തൽ UDF-കാരെല്ലാം സ്ത്രീലമ്പടന്മാരാണെന്ന് പറഞ്ഞു. സ്ത്രീലമ്പടന്മാരെയും ലൈംഗിക അപവാദ കേസുകളിലെയും പ്രതികളെ സ്വന്തം ചിറകിലടിയിൽ ഒളിപ്പിച്ചിരുത്തിയ മുഖ്യമന്ത്രിയുടെ ആ പരാമർശം പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് കടന്ന ആത്മവിശ്വാസം UDF-കാർ ഒരിക്കലും പ്രകടിപ്പിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ അരപ്പതിറ്റാണ്ടിൽ കൂടുതലായി ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്ജലമായ ജീവിതം, ആ ജീവിതം അർപ്പിച്ചതിന്റെ ഫലമായിട്ട് ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെ BJP-യെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വിനയപുരസരം BJP വിജയത്തെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, വാക്കുകളൊക്കെ തന്നെ ഞങ്ങൾ പാലിക്കും. തിരുവനന്തപുരത്തെ 5 വർഷത്തിനകം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങൾ ഒന്നായി മാറ്റും. മുഴുവൻ ജനപ്രതിനിധികളെ, ജയിച്ചു വന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരോടും വിനയപുരസരം നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ വിജയം ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കുന്തോറും ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വിനയവും കൂടുകയാണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ഞാൻ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും, സത്യസന്ധമായി BJP കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷമായി പ്രവർത്തിച്ച